ഹായ് ഹലോ മലാക്കി ട്രാവലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇല്ലിക്കക്കല്ല് കയറി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോവുകയാണ്. അപ്പം വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടാണ് നമ്മളിത് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള വഴി നമ്മൾ ചോദിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ചെറിയൊരു ജംഗ്ഷനിലെത്തും. അവിടെ നമുക്ക് ഒരു പഴയ ഒരു കടയും അങ്ങനെ ഒരു പഴമ നിലനിർത്തുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ നല്ല മനോഹരമായൊരു സ്ഥലമാണ്. ഈ ഒരു ഏരിയയിൽ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നതാണ്. അപ്പം അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോവുകയാണ്. ഇലവീഴ പൂഞ്ചിറയ്ക്കുള്ള യാത്രയിൽ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇങ്ങോട്ട് വരുന്ന വഴി സൗകര്യം. അതിമനോഹരമായ രീതിയിൽ ടാർ ചെയ്ത് വഴികളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധമാവുന്ന തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ സേഫായിട്ട് വണ്ടി ഓടിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കയറ്റം കയറി വരുമ്പോൾ തന്നെ നമുക്ക് പച്ചപ്പ് വിരിച്ച മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ആ ഒരു റൂട്ടിലങ്ങോട്ട് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പോകുന്നത് ഇലവീഴ പൂഞ്ചിറയിലെ ആ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. നമ്മളെല്ലാവരും സിനിമയിലൊക്കെ കണ്ട ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല ചൂടായിട്ട് കൂടെ ആൾക്കാർ നല്ല രീതിയിലും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നിരവധി ജീപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അവർക്ക് 1000 രൂപയാണ് അവരുടെ ചാർജ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിൽ നമുക്ക് 3 സ്ഥലങ്ങൾ ഇവർ കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മളെ തിരിച്ച് കൊണ്ടുവരുന്നതാണ്. ഇവിടുന്ന് മുകളിലേക്ക് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കയറ്റി വിടില്ല. ഇവരുടെ ജീപ്പുകൾ മാത്രമേ ഇങ്ങോട്ട് കയറി വരികയുള്ളൂ. അത്യാവശ്യം പകുതി വരെ നമുക്ക് ജീപ്പിൽ ചെന്നിട്ട് അവിടെ നമുക്ക് നടന്നങ്ങോട്ട് പോകാൻ പറ്റുന്നതാണ്. അന്നുണ്ടല്ലോ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന മൊത്തം പുല്ലുള്ള സ്ഥലത്ത് അതാണ് സെറ്റ്. അല്ല ഞാൻ എനിക്ക് പോകണല്ലോ പെട്ടെന്ന് അനുവൊക്കെ നടത്തുന്നുണ്ടോ നിമിഷം
ഇലവീഴ പൂഞ്ചിറ ഒരു സൈഡ് മൊത്തം കാട് കത്തിയിരിക്കുകയാണ്. നല്ല വെയിൽ ഉള്ള സമയത്താണ് ഞങ്ങൾ വന്നത്. ഹലോ ഗൈസ്, നല്ല വെയിലായിട്ട് പോലും നല്ല ആൾക്കാരാണ്, നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തുന്നതിന് തലേ ദിവസമാണ് ഈ ഒരു മലയുടെ ഒരു സൈഡ് ഫുള്ള് കത്തി ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ പോയത്. ഈ ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് ഏകദേശം 3-4 ജില്ലകൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളിവിടെ എത്തുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വെയിലും. ആ ഒരു വെയിലത്തും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട് ഈ ഒരു കാഴ്ചകളൊക്കെ. അങ്ങനെ നമുക്ക് ഈ ടോപ്പിലെത്തി കഴിയുമ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ, ഈ ഒരു ബിൽഡിങ്, അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റ അടിക്കും. ആ ഒരു മൂവിയിലെ കുറച്ച് സീൻസൊക്കെ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ നമ്മളെ സൗബിനിക്ക് ഇതടുത്ത് ഇതൊരു സൗബിൻ, ഇത് വേറെ സൗബിൻ. തടയൊക്കെ തടിയാ, പണ്ടത്തെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനൊക്കെ കണ്ട് താഴെ വന്നിരിക്കുകയാണ്. ഇനിയാണ് ശരിക്കുമുള്ള ഇലവീഴ പൂഞ്ചിറ കാണാൻ പോകുന്നത്. അങ്ങോട്ടേക്കുള്ള വഴി അപ്പുറത്തൂടെയാണ്. ഞങ്ങൾ വേറൊരു വഴി ഇതിലേക്കൂടെ ഇറങ്ങി ഇലവീഴ പൂഞ്ചിറ കാണാൻ പോവുകയാണ്. അങ്ങനെ കേട്ടു മാത്രം പരിചയമുള്ള ഇലവീഴ പൂഞ്ചിറ ഇതാണ്. അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള വലിയൊരു ചിറയാണ്, കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ചിറ. അതിന് ചുറ്റും നമുക്ക് നടന്ന് പോയി കാണാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഇലവീഴ പൂഞ്ചിറയും ടോപ്പ് സ്റ്റേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.